നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 13/7/2026 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില വെക്കുമ്പോൾ റബ്ബർ വില വീണ്ടും ആഭ്യന്തര വില കൂടി വരികയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടുന്നതനുസരിച്ച് ഇവിടെയും വില കൂടുകയാണ്. കാര്യം ഉൽപ്പാദന രാജ്യങ്ങളായ തായ്ലാൻഡ്, ഇന്തോനേഷ്യ, ചൈന എന്നിവിടങ്ങളിൽ ഉൽപ്പാദനം കുറഞ്ഞതും ചരക്ക് കുറവായതിനാലൊക്കെയാണ് ഇപ്പോൾ റബ്ബറിൻ്റെ വില കൂടുന്നത്. അനുസരിച്ച് നമ്മുടെ ആഭ്യന്തര വിലയും കൂടുന്നതിൽ കർഷകർക്ക് വളരെ സന്തോഷം. എന്നാൽ ടാപ്പിംഗ് പ്രതികൂല കാലാവസ്ഥ, അതായത് കവറിടാത്ത മരങ്ങൾ ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് ആ കർഷകർക്ക് വളരെ നിരാശയും. ഇപ്പോൾ കവറിട്ട മരങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ വെട്ടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ സാധനങ്ങൾക്കെല്ലാം തീ വില ആയതുകൊണ്ട് റബ്ബർ ടാപ്പിംഗ് കൂലിയും കൂടി വരികയാണ് ഇപ്പോൾ മിക്ക സ്ഥലത്തും. ഇനി ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 276, RSS 5 കിലോ 272, ISNA 20 235, ലാറ്റക്സ് 60% DRCയിൽ 178 രൂപ 60 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 276, RSS 5 കിലോ 272, അകർത്തല വില നോക്കുമ്പോൾ RSS 4 268, RSS 5 265. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയുള്ള ഒട്ടുപാൽ കിലോ 174, 60% DRCയുള്ള ഒട്ടുപാൽ കിലോ 130 രൂപ 50 പൈസ. ഈ വിദേശ നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 286 രൂപ 51 പൈസ, RSS 5 286 രൂപ 8 പൈസ. ഇതാണ് വെള്ളിയാഴ്ച വൈകിട്ടത്തെ വിദേശ വില. കേരളത്തിൻ്റെ മറ്റിനം ഗ്രേഡിന് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 269, ലോട്ട് 236 മുതൽ 241 വരെ. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം RSS 4 കിലോ 268, RSS 5 കിലോ 264, ISNA 20 234 പൈസ മുതൽ 235 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയുള്ള ഒട്ടുപാൽ കിലോ 154 മുതൽ 167 രൂപയാണ്. ഇതാണ് ഇന്നത്തെ വ്യാപാരി വില. ഫീൽഡ് ലാറ്റക്സ് 253 രൂപയാണ്. ഫാക്ടറി വിലയാണെങ്കിൽ 263 രൂപ. വിശദമായി നോക്കുമ്പോൾ 25% DRCയുള്ള 200 ലിറ്റർ ബാരലിന് 12,650, 30%-ന് 15,280, 35% DRCയുള്ള 200 ലിറ്റർ ബാരലിന് 17,710. ഇന്നത്തെ ഫീൽഡ് ലാറ്റക്സ് നല്ല രീതിയിലാണ് റെക്കോർഡ് ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മറ്റ് വിലകൾ, അതായത് തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 70, പച്ചത്തേങ്ങ 40 മുതൽ. പല സ്ഥലങ്ങളിലും ചില ഏറ്റക്കുറിച്ചിലുകളൊക്കെ ഉണ്ടാവും. കാര്യം ഈ ട്രാൻസ്പോർട്ടേഷനാണ് ഇതിൻ്റെ പ്രധാന കാരണം. മുട്ട വില ഇപ്പോൾ നാടൻ മുട്ടയ്ക്ക് കൂട്ടിലിട്ട് വളർത്തുന്ന നമ്മുടെ നാട്ടിലെ BB380ക്ക് 9 രൂപ 50 പൈസയാണ് ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ. അതേപോലെ വെള്ളമുട്ടയ്ക്ക് 8 രൂപയാണ് ഞങ്ങളുടെ നാട്ടിൽ. കുട്ടികളെയൊക്കെ രാവിലെ സ്കൂളിൽ വിടുമ്പോൾ മാതാപിതാക്കൾ വളരെ പെട്ടെന്ന് ഓംലേറ്റൊക്കെ ഉണ്ടാക്കി ചോറിനകത്ത് വെക്കുന്നതാണ് ഈ മുട്ട. അത് മിക്ക വീട്ടിലും അങ്ങനെയാണ് രാവിലെ. അപ്പോൾ അവർ വിഷമിക്കുകയാണ് വീട്ടമ്മമാർ. ഇത്രയും വില കൊടുത്ത് എങ്ങനെ സാധാരണക്കാരെ വാങ്ങിക്കുമോ എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതിനേക്കാൾ വീട്ടിൽ വളർത്തുവാൻ കഴിവുള്ള സ്ത്രീകൾക്ക് 10 കോഴി വീതം സൗജന്യമായിട്ട് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ കൊടുത്താൽ രാജ്യത്തിൻ്റെ സമ്പത്ത് വളരുകയും ചെയ്യും, നല്ല പുതിയ മുട്ട കഴിക്കുകയും ചെയ്യാം ഡെയിലി. മിക്ക ആൾക്കാർക്കും മറ്റ് അസ്വസ്ഥതകളില്ലാത്തവർക്കും മുട്ട കഴിക്കാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ പോഷകങ്ങളുടെ മികച്ച കലവറ കൂടിയാണ് ഈ മുട്ട. നോക്കുമ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ കുടുംബശ്രീയും മറ്റും വഴി ധാരാളം കോഴികളെ കൊടുത്താൽ അവർ വളർത്തി മറ്റുള്ളവർക്കൊരു പ്രയോജനകരമാവുകയും ചെയ്യും. കൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്ന. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് മറക്കരുത്.